പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മളിപ്പോ ലാസ്റ്റ് എടുത്ത ക്ലാസ് നോഹ് 950 വർഷം പ്രബോധനം ചെയ്തു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസിന്റെ താഴെ 1-2 കമന്റുകൾ കണ്ടു. അതാണ് ഇന്നത്തെ ക്ലാസ്സിനുള്ള എന്റെ കാരണം. അതല്ലാതെ ഒരുപാട് വിഷയങ്ങൾ സംശയങ്ങളായിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനിടയിൽ ഇപ്പോൾ സമയം കിട്ടിയപ്പോ അതൊന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. അതിൽ നമ്മുടെ ഒരു സ്ഥിരം നിരന്തരം നമ്മുടെ ക്ലാസ്സുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ മാഷ് അതിൽ ബഷർ എന്ന് മാത്രം പറഞ്ഞുപോയി, അതിന്റെ മലയാളം പറയാതെ പോയി. ഇങ്ങനെ മലയാളം പറയാതെ പോകുമ്പോൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വേവലാതിയും പരാതിയും പറയുകയുണ്ട്. അത് ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് കാര്യമായ ഒരു പരാതിയാണ്. അത് നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ വിഷയം ബഷറല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഖുർആനിനെ ആഴത്തിൽ പഠിക്കണം, അതിന്റെ ഓരോ പ്രയോഗ വ്യത്യാസങ്ങളും സൂക്ഷ്മം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ അതിന്റെ ആശയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സൂചിപ്പിക്കാൻ ഒരു സൂചന ഞാൻ നൽകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമൻ എന്ന് പറയുന്നത് ആ സനത്തിനെ ഇല്ലാ 50 സനത്തൻ 50 വർഷം എന്ന് ആ സനത്തെ ആവർത്തിച്ച് പറയാതെ അവിടെ ആമിലേക്ക് കൊണ്ടുവന്നതിന്റെ അർത്ഥവ്യത്യാസം ഒന്ന് സൂചിപ്പിക്കാൻ ഇങ്ങനെ ചെറിയ ഒരു അക്ഷരങ്ങളുടെയോ പദങ്ങളുടെയോ വ്യത്യാസം വലിയ ആശയ വ്യത്യാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതിലേക്ക് ഒരു സൂചന നൽകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ക്ലാസ്സുകള് ആ കമന്റിന് താഴെ, ആ അഭിപ്രായത്തിന് താഴെ വേറൊരു സഹോദരൻ അഭിപ്രായം എഴുതിയിരുന്നു. ഞാനിപ്പോ മാഷെ ആദ്യ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ക്ലാസ് മാത്രം കേട്ട് വിലയിരുത്തരുത് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ വിഷയം തന്നെ, ബഷർ എന്ന് പറയുന്ന ഈ വിഷയം തന്നെ ഞാൻ ഈ ചാനലിൽ തന്നെ ഇത് വിശദീകരിക്കുന്ന ക്ലാസ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ജസദ് എന്താണ്, അവൻ ജിസ്മാവുന്നത് എപ്പോഴാണ്, അവൻ ബഷറായി മാറുന്നത് എപ്പോഴാണ്, അവിടെ നിന്ന് അവൻ അൽ ഇൻസാൻ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരുന്നത് എപ്പോഴാണ്. ഈ മേഖലകളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വെറും ജീവനില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ജസദ്, വെറും ജീവൻ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലാണ്, ജീവൻ മാത്രം ഉണ്ടാവുന്ന അവസ്ഥയിലാണെങ്കിൽ ജിസ്മ്, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇണചേരുക, പ്രതിരോധിക്കുക എന്ന ജൈവിക ഗുണങ്ങൾ മാത്രം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിൽ ബഷർ, അവിടുന്ന് അവൻ മനുഷ്യന്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ അൽ ഇൻസാൻ എന്ന് പറയുന്ന തലം. ഈ വിശദീകരണത്തിൽ തന്നെ ഞങ്ങള് പണ്ഡിതന്മാർക്കിടയിൽ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ഡിതനൊന്നും അല്ല, എന്റെ ഗുരുനാഥന്മാര് ഒരുപാട് ജ്ഞാനികളുണ്ട്, അതിലൊരു ശിശു മാത്രമാണ് ഞാൻ. ഞങ്ങൾക്കിടയിൽ നിരന്തരമായ വാഗ്വാദങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട്. ബഷറല്ലേ ഏറ്റവും ഉയർന്ന തലം, അൽ ഇൻസാൻ അതിന്റെ താഴെയല്ലേ? കാരണം അൽ ഇൻസാൻ എന്ന് പറയുന്നതിന് ഒരുപാട് ആക്ഷേപങ്ങൾ ഖുർആനിൽ, ഖുലിഖൽ ഇൻസാൻ അജൂല, വകാനൽ ഇൻസാനു സലൂമൻ ജഹൂല, ഇങ്ങനെ ഇൻസാനിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് വാക്കുകൾ, പ്രയോഗങ്ങൾ ഖുർആനിലില്ലേ? അപ്പൊ ബഷറല്ലേ ഏറ്റവും ഉയർന്നത് എന്നുള്ള ആ തലത്തിലേക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ, ചർച്ചകൾ പോകും. അതിൻ്റെയൊക്കെ ഞങ്ങൾ
അതിന്റെ കാരണങ്ങളൊക്കെ ഓരോന്നും നമ്മൾ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നത് ജസദ്, ജിസ്മ്, ബഷർ, അൽ ഇൻസാൻ, ഇങ്ങനെ തന്നെയാണ് അതിന്റെ ക്രമം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ അത് എൻ്റെ സഹോദരങ്ങള് മുൻ ക്ലാസ്സുകൾ കേൾക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ സംശയങ്ങൾക്ക് മറുപടി എന്നുള്ളതാണ് ഇതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ അവസാനം പറഞ്ഞ വിഷയത്തിൽ തന്നെ ലബിസ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ താമസിച്ചു വരുന്നതിനെ അല്ല ഖുർആൻ പിന്നെ ഉപയോഗിക്കുന്നത്. ലബിസ എന്ന് പറയുന്നത് ഒരു വിജ്ഞാനത്തിൽ കഴിയുന്നതിനെയാണ് ലബിസ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. അതാണ് ലബിസു ഫി കിതാബില്ലാഹി എന്ന് പറയുന്നത്. ലബിസ്തും എന്നൊക്കെ ചോദിക്കുന്നത് അതാണ്. ലബിസു ഫി കഹ്ഫിഹിം എന്നൊക്കെ പറയുന്നത്. കഹ്ഫ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കഹ്ഫ് എന്ന് പറയുന്നത് ഒരു മലയുടെ ഉള്ളിലുള്ള ഒരു ഗുഹയല്ല. മനുഷ്യൻ സത്യം അന്വേഷിക്കാനും യാഥാർത്ഥ്യം അന്വേഷിക്കാനും വേണ്ടി അവൻ ഇരിക്കുന്ന വേളയാണ് അവന്റെ കഹ്ഫ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചത്. ആ കഹ്ഫിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ 3 ആളുകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ആളുകളിൽ ഒന്ന് മൂസയാണ്, ഒന്ന് ഇബ്രാഹിമാണ്, ഒന്ന് യൂസുഫാണ്. അതിനെ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയാണ്, ഒരു മനുഷ്യന്റെ നഫ്സാണ്, ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. ഈ 3ഉം കൊണ്ട് സത്യം അന്വേഷിക്കാൻ വേണ്ടി പ്രവേശിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഹിദായത്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതൊരു സൂചന മാത്രമാണ് ഇപ്പൊ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇനി അത് വിശദീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ലബിസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ സൂചന, അവിടെ ആ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ചെറിയ ഒരു വിശദീകരണം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കാനുണ്ട് എന്നുള്ളത്. ഇതിൽ യൗമൊക്കെ ഞാനൊരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. യൗമ് എന്ന് പറയുന്നത് ഒരു ഡേ, ഒരു ദിനം എന്നുള്ള അർത്ഥത്തിനല്ല, ഒരു വിജ്ഞാനത്തിന്റെ തലത്തെയാണ്, വിജ്ഞാനത്തിന്റെ മേഖലയാണ് യൗമ് എന്നുള്ളത് സൂചിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിൽ ഉടനീളം അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഒരു യൗമ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പിന്നെ കണ്ണടച്ച് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത്. ഖുർആനിൽ ഉപയോഗിച്ച യൗമ വന്ന ഇടങ്ങളൊക്കെ ഓരോന്നും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പരിശോധിച്ചിട്ട് അവിടെ എന്താണ് അങ്ങനെയാണെങ്കിൽ, അവിടെ എന്താണ് അങ്ങനെയാണെങ്കിൽ അർത്ഥം വരിക, ഇവിടെ യൗമിന് അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം വരിക, യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ അപ്പൊ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം വരിക. ഇങ്ങനെ ഓരോന്നും നമ്മൾ സവിസ്തരം പരിശോധിച്ച ശേഷമാണ് യൗമ് എന്ന് പറയുന്നത്. അപ്പോഴാണ് തഅറുജുൽ മലായികത്തു വറൂഹു ഫീ യൗമിൻ എന്ന് പറയുന്നത്. ആ ഒരു ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ അതിന് ഖദർ വെച്ചിട്ടുള്ളത് 50 അൽഫ സനത്താണ് എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിന്റെ ഖദർ, അതാണ്. അവിടേക്ക് എത്തണം, എന്നാലാണ് ആ യൗമിലേക്ക് നിങ്ങൾ ഉയരാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ മേറാജ് നടത്താൻ കഴിയുള്ളൂ, നിങ്ങളുടെ ബുദ്ധിപരമായ തലത്തിനും റൂഹിയായ തലങ്ങൾക്കും എന്നുള്ളത് അതാണ് പറയുന്നത്. അതാണ് ലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 എന്ന് പറഞ്ഞത്. അതാണ്. അപ്പൊ ഇത് നമ്മൾ അതാണല്ലോ ലബിസ. ആദ്യം മക്കസയാണ്, പിന്നെ ലബിസയാണ്, പിന്നെ ബഅസയാണ്. ഇതാണ് അതിന്റെ ക്രമം. ഒരാളുടെ ബോധമണ്ഡലത്തിന് മാറ്റമുണ്ടാക്കുന്ന തലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സൂക്ഷ്മമായി പഠിക്കണം. ആദ്യം മക്കസ എന്നുള്ളതാണ്. ഉംകുസു വഖാലലി അഹ്ലിഹിം കുസു. നമ്മളത് മനസ്സിലാക്കിയത് എന്താണ്? ഭാര്യ പല കുടുംബാംഗങ്ങളോട് മൂസ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ആ മലയിൽ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, അവിടുന്ന് വെളിച്ചം കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു പോയിന്നാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കൂല. അങ്ങനെ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. നമ്മള് ആ നൂറെന്താണ്, ആ നാറെന്താണ്, ആ നാറിലൂടെ വേണം മൂസക്ക് നൂറിലേക്ക് എത്താൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരത് നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന തീയായിട്ട് കാണുകയാണെങ്കിൽ യാതൊരു രക്ഷയില്ല. പിന്നെ അപ്പൊ ആ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളിവിടെ നിന്നോളിന്ന് പറഞ്ഞില്ലെങ്കിൽ നേരെ മറിച്ച് നിങ്ങളിപ്പോ ഈ
നിൽക്കുകയും ഇവിടെ ഈ വിജ്ഞാനത്തിന്റെ ഈ മേഖലയിൽ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞുകൂടി ഞാനൊരു ജ്ഞാനത്തിന്റെ വെളിച്ചം കാണുന്നുണ്ട്, അവിടുന്ന് നമുക്ക് അലന്നാരി ഹുദ, അതിൽ നിന്ന് ഹിദായത്ത് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അതാണ് മക്കസയാണ്, അവിടെ നിന്നാണ് ലബിസ, അവിടെ നിന്നാണ് പിന്നെ ഒരാൾക്ക് വേഷത്ത് ഒരു വൈജ്ഞാനികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവന് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ക്രമം. മക്കസ, ലബിസ, ബാസ. അതായത് വസിക്കുക, താമസിക്കുക, ഉയർത്തെഴുന്നേൽക്കുക. അപ്പോ അവിടെ നിൽക്കൽ എന്താന്ന് പറഞ്ഞാൽ അവിടെ വിജ്ഞാനത്തിന്റെ ആദ്യ പടിയിലാണ്. പിന്നെ ആ വിജ്ഞാനത്തിൽ കഴിഞ്ഞുകൂടലാണ്. അവിടെ കഴിഞ്ഞുകൂടുമ്പോഴാണ് അവന് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നത്. ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ അൽഫസനത്ത്, അർബഈന സനത്ത്, അർബഅത്ത് അശ്ഹുർ എന്നൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ ന്യൂമറിക്കൽ, അതായത് ഒരു നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ധരിക്കരുത്. അതൊക്കെ ഒരു വിജ്ഞാനത്തിന്റെ ഓരോരോ മേഖലയെയാണ് സൂചിപ്പിക്കുന്നത്. അർബഈന സനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ സുലൈമാന്റെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ സവിസ്തരം വിശദീകരിക്കും. എവിടുന്നാ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുസ്ഹഫിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്, വേറെ എവിടുന്നും കിട്ടിയതല്ല. അതാണ് അർബഈന സനത്ത് എന്ന് പറയുമ്പോ യാഥാർത്ഥ്യം അറിയാതെ യതീഹൂന ഫിൽ അർദി, അറിവിന്റെ ഭൂമികയിൽ സത്യം എന്തെന്ന് അറിയാതെ അന്തം വിട്ട് നടക്കുന്ന അവസ്ഥയാണത്. അവിടെ നിന്ന് അവൻ ആ അവസ്ഥ വിട്ട് സുലൈമാന്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിയായ വലമ്മ ബലഗ അർബഈന സനത്തൻ റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതി അല്ലതി അൻഅംത അലയ്യ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് 40 വർഷം എന്നുള്ളതല്ല, അതൊരു വൈജ്ഞാനികമായ തലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ അർബഈന സനത്തിലേക്ക് അവന് എത്തുന്നത് വരെ അവൻ യതീഹൂന ഫിൽ അർളിയാണ്. നമ്മളിപ്പോ വിവാദമായ സൂറത്ത് തൗബയിലെ 9:5 ഉണ്ടല്ലോ, 9:5 ആണ് ഏറ്റവും വിവാദമായ. 4 മാസം കഴിഞ്ഞാൽ 4 മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ, അശ്ഹുറുൽ ഹുറും കഴിഞ്ഞാൽ കണ്ടയിടത്ത് വെച്ച് മുശ്രിക്കുകളെ വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ആ വിവാദമായ ആയത്തെ വിശദീകരിക്കല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ 4 മാസം എന്നുള്ള അർത്ഥത്തിനല്ല, 4 ഇശ്ഹാറുകളാണ്, വിജ്ഞാനത്തിന്റെ 4 വെളിപ്പെടുത്തലുകളാണ് അതൊക്കെ. ആ 4 വെളിപ്പെടുത്തി കിട്ടല് കഴിഞ്ഞാലേ നമ്മുടെ ഉള്ളില് എല്ലാ ശിർക്കുകളെയും നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ആ 4 ഇശ്ഹാറുകൾ നടക്കണം. അതാണ് നമ്മളിപ്പം പിന്നെ യുദ്ധയുമായി ബന്ധപ്പെട്ട് ആയത്ത് വിശദീകരിച്ചപ്പോ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശറ എന്ന് പറയുന്നത് സ്ത്രീകളോട് യുദ്ധയിരിക്കാനല്ല പറയുന്നത്. യാഥാർത്ഥ്യം, അതായത് അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സുമായിട്ട് അവര് യാഥാർത്ഥ്യം അന്വേഷിക്കാൻ കാത്തിരിക്കണം. ഏതുവരെ? അർബഅത അശ്ഹുരിൻ, 4 വിജ്ഞാനങ്ങളുടെ മേഖലകൾ. ഏതൊക്കെയാണ് ആ ശിർക്കിൽ നിന്ന് മോചിതമാകേണ്ട 4 വിജ്ഞാനത്തിന്റെ മേഖലകൾ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, ആ 4 തലങ്ങൾ. പിന്നെ വാശറത്തിൽ അശറത്തുൻ കാമിലത്തുൻ എന്ന് പറയുന്നത്, ആ അശറത്ത് എന്ന് പറയുന്നത് ആ മൂസയുടെ 4 തലം, ആ 10ഉം. ആദ്യത്തെ 4 തലം ഇബ്രാഹിമിന്റെ, അതാണ് ഫഖുദ് അർബഅതൻ മിനത് ത്വയ്രി എന്ന് പറയുന്നത്. അത് നമ്മൾ 4 പക്ഷികളെ പിടിച്ചുകൊണ്ടുവന്ന് അറുത്ത് മലയിൽ കൊണ്ടുപോയി വെക്കാനാണെന്ന് മനസ്സിലാക്കിയ പിന്നെ അത് നമ്മുടെ തലയിൽ ഇരിക്കുന്ന കാലത്തോളം അവന്റെ വൈജ്ഞാനികമായ പുരോഗതിയിലേക്ക് അവന് പറന്നുയരാനുള്ള 4 അറിവിന്റെ മേഖലകളെയാണ് അവന് തന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അത് നമ്മളങ്ങനെ പറഞ്ഞു പോകുക എന്നല്ലാതെ ഒരിക്കലും ആ സഹോദരൻ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും 4 പക്ഷികളെ പിടിച്ച് അറുത്ത് അത് മലയിൽ കൊണ്ടുപോയി വെച്ച് വിളിച്ചാൽ അവ പറന്നു വരുന്നുള്ള ആ കഥയാണ്. അത് ഡിലീറ്റാക്കി കളയാത്തിടത്തോളം കാലം അവനോട് ഫഖുദ് അർബഅതൻ മിനത് ത്വയ്രി, ത്വയ്ർ എന്ന് പറയുന്നത്
തീനിൽ നിന്ന് തൊയറിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണത്, മണ്ണിൽ നിന്ന് പറവയിലേക്ക്. അവന് പറന്നുയരാനുള്ള അവന്റെ ചിറകുകളുണ്ട്. വത്സന്നാഹു ത്വായറുഹു എന്ന് പറയണില്ല. അവന്റെ കൂടെ ഞാനൊരു ത്വായറിനെ കൊടുത്തിട്ടുണ്ട്. അവന് പറന്നുയരാൻ പറ്റുന്ന ആ ത്വായറിനെ പിടിച്ചു കൊണ്ടുവന്ന് ആ 4 വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് അവന് പറന്നുയരാൻ പറ്റുന്ന 4 വിജ്ഞാനത്തിന്റെ മേഖലകളെയാണ് അവന് ഖുദ് തന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. അതാണ് അവന്റെ അജ്ഞതയുടെ മലയിൽ കൊണ്ടുപോയി വെക്കേണ്ടത്. അത് നമ്മുടെ ഈ നാട്ടിലെ മലയാണെന്ന് മനസ്സിലാക്കിയ പിന്നെ എങ്ങനെ പറ്റുക? ആ മലയിൽ ഖുർആൻ കൊണ്ട് ഇറക്കിയാൽ ആ മല പൊട്ടിത്തകരും എന്ന് മനസ്സിലാക്കുന്ന ആളുകളോട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ അർബഅത്ത് അല്ലെങ്കിൽ അൽഫസനത്ത് അല്ലെങ്കിൽ അർബഈന സനത്ത് എന്നൊക്കെ പറയുന്നത് ഒരു വിജ്ഞാനത്തിന്റെ, ഒരു അറിവിന്റെ മേഖലകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നതുപോലെ തന്നെ ഈ അൽഫസനത്ത് എന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ചു, ആലിഫാണ് അവിടെ നടക്കേണ്ടത്. അവര് അകപ്പെട്ട ജഹലിൽ നിന്നും ഷിർക്കിൽ നിന്നും ആലിഫ് നടത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. അതല്ല 950 കൊല്ലം. അതിന് ഞാൻ പറഞ്ഞല്ലോ, ആ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന് ഈ 1000 പറഞ്ഞിട്ട് പിന്നെ ഇല്ല 50 ആമെന്ന് എന്തിനാ പറയുന്നത്? അതിന് 950 ആമൻ അല്ലെങ്കിൽ സനത്തെന്നാണ് പറഞ്ഞാൽ പോലെ. 950 എന്ന്. ഇത് 1000 പറഞ്ഞിട്ട് ഇല്ല 50 എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? എത്ര ലളിതമായിട്ട് പറയാം. 950 ആമെന്നോ സനത്തെന്നോ പറയാം. 900 900 അല്ലെങ്കിൽ 50 പിന്നെ സന അല്ലെങ്കിൽ 50 ആമൻ എന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ സംഗതി പിടികിട്ടി. ഇത് അൽഫസനത്തിനില്ല 50 എന്ന് പറയും. അപ്പൊ 50യുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ് 50 എന്നുള്ളത്? 50യുടെ വില, 50ന്റെ വില എന്താണെന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇത് ആദ്യം ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് നൂനിന്റെ വില 50 ആണെന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ആ ക്ലാസ് മാത്രം കേൾക്കുന്ന ആള് എന്താ ഇയാള് പറയണത്, നൂനിന്റെ വില 50 അതാണ് 50 എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ആ നമ്മുടെ ക്ലാസ്സുകളിൽ അബുജദ്, ഹവ്വസ്, ഹൃത്തി, കലമൻ, സൈഫസ്, കർഷത്ത്, സഹദ്, ലളി എന്ന് പറയുന്ന അക്ഷരമാല ക്രമവും ഓരോ അക്ഷരങ്ങളുടെ വിലയും ആ അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയവും എന്താണ് എന്നുള്ളത് വിശദീകരിച്ച ക്ലാസ്സുകൾ കേട്ട ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ 49 എന്നുള്ളതും റൂഹ് എന്നുള്ളത് ഏകവചനത്തിലാണ്. അതിന് അജ്സാകൾ, അർവാഹ് എന്നുള്ളതില്ല എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചത് അതാണ്. 49 പ്ലസ് അർറോഹ് ഒന്നും കൂട്ടിയ 50. അപ്പൊ നൂനിന്റെ വില 50. നൂൻ എന്നുള്ളത് ഇൻസാനിയത്തിന്റെ മാനവികതയുടെ തലമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഉയർന്നു വരേണ്ട തലമാണ് അത് എന്നുള്ളതാണ് 50നെ മാറ്റി നിർത്തിയത്. അപ്പൊ അതിന്റെ നിഹായത്ത്, ബിദായത്ത് നോഹിൽ നിന്നും അതിന്റെ നിഹായത്ത് ഈസയിലുമാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചത് അതാണ്. അതാണ് കപ്പലിന്റെ യാത്ര തുടങ്ങുന്നത് നോഹിൽ നിന്നാണ്. അജ്ഞതയുടെ തൂഫാനിലൂടെ ഈ ഫുൽക്കാണ് അവിടെ സഫീനത്തല്ല, ഫുൽക്കിൽ കയറി യാത്ര തുടരുന്നത് നൂഹാണ്. ആ നൂഹിന്റെ യാത്ര അവിടുന്നാണ് ബിദായത്ത്. അത് നിഹായത്തിൽ എത്തുന്നത് റൂഹ് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് പറയുന്നത്. അതാണ് തഅറുജുൽ മലായികത്തു വറൂഹ് എന്ന് പറയുന്നത്. അവിടെ അതാണ് മേറാജാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലെ അഖലിയായും റൂഹിയായുമുള്ള മേറാജാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അഖലിയായ തലം 49. നുബുവത്തിന്റെ പൂർത്തീകരണം 49 എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതാണ്. നബി എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെയാണ് റസൂല് വരുന്നത്.
മൂസയുടെ തലം വരെയാണ് നബി എന്നുള്ള പ്രയോഗം വരുന്നത്. അതിനുശേഷം ഒക്കെ വരുന്ന തലങ്ങളൊക്കെ റസൂൽ എന്നുള്ളതാണ്. മൂസക്ക് 2 വിശേഷണം പറഞ്ഞിട്ടുണ്ട്. നബിയം റസൂല എന്നുള്ള 2 വിശേഷണം പറഞ്ഞിട്ടുണ്ട്. കാരണം നബൂവത്തിന്റെ പൂർത്തീകരണം അവിടെയാണ് നടക്കുന്നത്. 49 അഖിലിന്റെ പൂർത്തീകരണം. ഇത്രയൊക്കെ അതിന് പറയാൻ പറ്റുള്ളൂ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നമുക്ക് തുടർ ക്ലാസ്സുകളിൽ ഇതുപോലെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.